ക്യാബിൽ നിന്നാണോ? ആണോ? അവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴി വരും. അയ്യോ ചേട്ടാ, ആ വഴി തിരിയരുത്. അത് കഴിഞ്ഞ് റൈറ്റിലേക്ക് ഒരു വഴി വരും. ആ വഴി വന്നാൽ മതി. സോറി ചേട്ടാ. അത് കഴിഞ്ഞൊരു ലേഡീസ് ഹോസ്റ്റലും ഉണ്ട്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ലെഫ്റ്റ്. അത് കഴിഞ്ഞ് കള്ളുഷാപ്പ്. അവിടെ നിന്ന് കുരിശുപള്ളി. ആ ശരി ചേട്ടാ. ചേട്ടാ പോവാം. ആരാ? എന്താ? ക്യാബല്ലേ? ഒന്ന് പോകണതൊക്കെ. പിന്നെ കോർപ്പറേഷൻ്റെ വണ്ടി കയറിയിട്ടല്ലേ നിന്റെ ക്യാബ്? ചേട്ടൻ എത്ര കോർപ്പറേഷൻ വണ്ടി കയറിയോ? ചേട്ടൻ കണ്ടല്ലേ? ആരോടും പറയണ്ട, ഓരാബദ്ധം പറ്റിയതാ. ശരിയെന്നാ. ചേട്ടാ പാട്ടൊന്നുമില്ലേ? ഹലോ ഡാ, ഇപ്പം അവിടെ എത്തും. പുറത്തിറങ്ങി നിന്നോ. എല്ലാ ദിവസം പോലെ ലേറ്റ് ആയി കഴിഞ്ഞാൽ ക്യാബ് എടുത്ത് പോകട്ടോ. ചേട്ടാ വണ്ടി എടുക്ക്. ഇത് അവൻ്റെ സ്ഥിരം പരിപാടിയാ. ചേട്ടാ വണ്ടി വല്ല ഞാനുണ്ട്. തുറക്കണില്ലല്ലോ പണ്ടാരം. ഇടക്ക് ഓടുന്നതേ ആരോഗ്യത്തിന് നല്ലതാ. ഇതാണോ നീ റെഡിയാണെന്ന് പറഞ്ഞേ? അതെങ്ങനെയാ? 24 മണിക്കൂറും ഫോൺ വിളിയല്ലേ, പിന്നെ എങ്ങനെയാ? നീ അവന്മാരെ ഒന്ന് വിളിച്ചേ. ഞാൻ കൂടുതൽ നീ വിളിച്ചാ. ഇനിയാണ് വിറ്റ്. രണ്ടുപേരും ഒരു സ്ഥലത്തുനിന്നാ കയറുന്നത്. പക്ഷെ കൂട്ടിയിടിച്ചാൽ പോലും പരസ്പരം പെട്ടില്ല. നേരത്തെ എന്തായിരുന്നു? കൃഷ്ണ വാരി കൊടുത്താലേ അമല് കഴിക്കും. ഇപ്പൊ എന്റെ ദൈവമേ. ആക്ച്വലി അവരവന് എന്താ പ്രശ്നം? എന്തോ പെണ്ണുകേസാ. പെണ്ണുകേസോ? കൃഷ്ണൻ നോക്കിയ പെണ്ണിനെ അമലൊന്ന് ചിരിച്ചു കാണിച്ചു പോലും. എന്നിട്ട് അവര് കഫറ്റീരിയയിൽ പോയി ചായ കുടിച്ചു. അത്രേ ഉള്ളൂ. നോക്കടാ ചേട്ടാ, വണ്ടി കുറേ പതിയെ വിടും. ഓ സൂപ്പർ. ഒന്നും പറയാനില്ല. ഷീസ് എ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയാ? ചരക്കിന് ഇംഗ്ലീഷ് പറയുന്ന കമ്മ്യൂണിറ്റി എന്നാണല്ലോ. അതുപോലും മനസ്സിലാക്കുന്ന കാര്യമില്ല. കമ്മ്യൂണിറ്റി കൊള്ളാം. ഓഫീസിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സോണിൽ പറഞ്ഞാൽ ഫൈൻ അടിക്കില്ലല്ലോ. എടാ പെങ്ങള ആരൊന്നും പറയല്ല. അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാത്. നിന്റെ പെങ്ങളോ? നമ്മുടെ കാവിൽ ഒരു ന്യൂ ജോയിനി കൂടി ഉണ്ട്. മീനു ജേക്കബ്. ജേക്കബോ? കൊള്ളാം. എന്നാ ഞാൻ വിളിക്കാം. നീ ആ നമ്പർ കൊണ്ട് കൊടുക്ക. ഞാൻ ഈ ക്യാബിൽ പറയും, ബാക്കിയുള്ള കേട്ടാൽ മതി. ഞാനാണ് കൂട്ടത്തിൽ സീനിയർ അസോസിയേറ്റ് CIP. കേട്ടാ, മനസ്സിലായോ? ഹായ് മീനുല്ലേ? ആ പള്ളിയുണ്ട്. ഇപ്പം എത്തും. ഓക്കെ. നല്ല കൊച്ച്. വഴി പറയാൻ അറിയാത്തോണ്ട് ചേട്ടനെ കൊണ്ടാ വഴി പറയിച്ചത്. നമ്മുടെ ഓഫീസിലും കുറെ പെണ്ണുങ്ങളുണ്ട്. സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും അറിയില്ല. വീടിന്റെ അടയാളമായിട്ട് പറയണത് തൊട്ട് ഫ്രണ്ടിലുള്ള കിണറാണ്. പിന്നെ ആ കിണർ തപ്പി നമ്മൾ നടക്കേണ്ടി വരും. എടാ, എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാട്ടാ, മീനു ഇവിടെ ഇരിക്കും എന്റെ സൈഡിൽ. നീയാണോ മീനു ജേക്കബ്? പറയാൻ പോയിരിക്കടാ. എന്താ സൈഡിലിരുത്തണ്ടേ? നീ ആ റിൻഷാദിനെ വിളിച്ചേ. അറിയാം ഷാദല്ലേ? അവനെന്തും മനുഷ്യനാണ്. അവൻ എപ്പോഴും സൈഡ് സൈഡിൽ ഇരിക്കുള്ളൂ. അവനെപ്പോഴും അവൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. സമ്മതിക്കണം. ഇന്ന് അവൻക്കൊരു പണി കൊടുക്കാം. കുറെ പോരിക്കടാ. നീ ഇന്ന് പറഞ്ഞിരുന്നാ മതി. ഒന്ന് പോടാ അവിടെ. എന്തിനാണ് ചിരിക്കുന്നേ? നീ കുറച്ചൊക്കെ നന്നാവാൻ നോക്ക്. നമ്മുടെ ഈ ക്യാബിൽ എല്ലാവരുടെയും ബർത്ത്ഡേ നമ്മൾ കാർണിവൽ വെച്ച് ആഘോഷിക്കും. നിന്റെ ബർത്ത്ഡേക്ക് മാത്രം 5 രൂപയുടെ മഞ്ച്. അത് തന്നെ. എടാ നിന്നെ സമ്മതിക്കണം കേട്ടോ. നിനക്കൊന്നും ഫുഡ് വാങ്ങി തരാൻ എൻ്റെ പൈസ ഇല്ല. താല്പര്യമില്ല, എന്നെ വിളിക്കണ്ട. എടാ നിർത്ത്. പുതിയൊരു പയ്യൻ വന്നിട്ടുണ്ട്. ഒരു നാട്ടിക്കണ്ട. ആ ക്യാബ് ബസ് ഒന്ന് മോനെ. ഓഫീസിലെത്തി. ഇപ്പോഴല്ലേ ക്യാമ്പസിൽ വന്നത്. ഹലോ എവിടാ? ഇന്ന് ക്യാബില്ല. എല്ലാവരും വിളിച്ചു. ഞാനിപ്പോൾ അങ്ങേരുണ്ട്. ഓക്കെ. എടാ എന്താടാ ഇത്? 11 മണി 10 മണിക്ക് ഇറങ്ങിയതാ. ഇതുവരെ ക്യാബ് വന്നിട്ടില്ല.
ഞാൻ ആ ഫെസിലിറ്റിക്കാരനെ ഒന്ന് കണ്ടിട്ടുണ്ട്. ആ ഇന്നവനെ കൊല്ലും. വണ്ടി വന്നു. ആ റിൻഷാനും കൂടി വിളിച്ചോ. ഓ എന്ത് ചെയ്യാനാ, 10 മണിക്ക് ഇറങ്ങിയതാ, 11 കാലം. ഇനി എപ്പോൾ വീട്ടിലെത്താനാ? ഇവന്മാർക്ക് ഇതൊക്കെ ഒന്ന് നേരത്തെ അറേഞ്ച് ചെയ്തൂടെ? റിൻഷാദെ, നമുക്ക് ക്യാബുണ്ട്. 15 എംപ്ലോയീസ് 10 മണി സമയത്ത് ഇറങ്ങുന്നത്. എല്ലാവർക്കും ക്യാബ് അറേഞ്ച് ചെയ്യണ്ടേ? എടാ, കമ്പനി നമുക്ക് ഇത്ര സൗകര്യം ചെയ്തു തരുമ്പോൾ നമ്മളൊരു മണിക്കൂർ വൈകുന്നേരം രക്ഷപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വണ്ടി കയറിയിരിക്കുന്നു, മഴ അറിയുന്നില്ല, വെയിലറിയുന്നില്ല. നീ ഒന്ന് ഓർത്ത് നോക്കിയേ, ബസ്സിൽ കയറി ഇടിയും ചവിട്ടും കണ്ട് ഓഫീസിൽ പോകുന്ന ആൾക്കാരുടെ കാര്യം നോക്കി. ഓ അപ്പോൾ എപ്പോഴത്തെ പോലെ ഞാൻ വില്ലനായി. പൂമറയിലും എല്ലാ പടത്തിലും കൊള്ളക്കാരനാണല്ലോ. വിഷയം പെടാ. ഓ ക്യാബിന്റെ ബാക്കിൽ പല്ല് കളിച്ചു തുടങ്ങി. ദേ നോക്കടാ, ഒരുത്തനടിച്ച് ദിവസം റോട്ടിൽ കിടക്കണ. ചേട്ടാ, ആളുകൾക്ക് വണ്ടി കയറുമോ? നമ്മുടെ വണ്ടി ഒന്നും അല്ല ഇടിച്ചേ, പിന്നെന്താ? എടാ എന്നാലും ഒരു കുഴപ്പമില്ല, കള്ളു കുടിച്ചിട്ട് വഴിയിലാണ് നടക്കുന്നത്. എനിക്ക് അതിനൊന്നും സമയമില്ല. നാളെ നമുക്കാണ് അവസ്ഥ വരുന്നെങ്കിലോ? ചേട്ടാ, നമുക്ക് ആളുകൾ മാറ്റി കിടത്തിട്ട് പോയാലോ? അതെ ചേട്ടാ, നമുക്ക് അയാളെ കടയുടെ സൈഡിൽ എങ്ങനെ കിടത്തിട്ട് പോവാം. വണ്ടി എടുത്തൊന്നും വേണ്ട ചേട്ടാ, വണ്ടി എടുത്ത്. കൃഷ്ണൻ പറയുന്ന കേട്ടില്ലേ, വണ്ടി തിരിച്ചുവിട്. ആർക്കാണ് എതിർപ്പുള്ളതെന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ ദൈവമേ, ആരെയും കണ്ടാ ഓർക്കും നമ്മളെ ഇടിച്ചിട്ടതെന്ന്. ഇപ്പൊ ആരും കണ്ടല്ല. വാ, നമുക്ക് വല്ല സ്കൂടാവാം. ചേട്ടന്മാരെ, ആ നമുക്ക് പോവാം. എന്റെ അമ്മോ, പണി പാടി. ബായ്, ഞങ്ങൾ വന്നപ്പോൾ ആളിവിടെ കിടക്കുമായിരുന്നു. മാറ്റിക്കിടത്താൻ വേണ്ടി വണ്ടി നിർത്തിയതാ. ഹലോ ഹലോ ചേട്ടാ, सुंदर वंडी इडिचिട്ട് रोड साइड में पड़ गया। प्लीज ചേട്ടാ हेल्प करो थोड़ा, वो साइड में गिर के पूरा एक्सीडेंट हो गया। എടാ, മരിച്ചിട്ടില്ല, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ആ റിൻഷാനെ വിളി. അല്ല റിൻഷാനെ സമ്മതിക്കണം. അല്ല ബായിന്ന് ഹോസ്പിറ്റലിൽ എത്തിയാൻ പോലും വന്നില്ല. അവിടുന്ന് ആംബുലൻസ് അല്ല മെഡിക്കൽ ടെസ്റ്റിലേക്ക് കൊണ്ടുവന്ന കേട്ടത്. രക്ഷപ്പെട്ടോ. ഞാൻ ആ ബായനെ വിളിച്ചിരുന്നു. ആള് രക്ഷപ്പെട്ടെന്നാ പറഞ്ഞു കേട്ടത്. കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇച്ചിരി പൈസയും കൊടുത്തിരുന്നു. പാവം, കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് മതി. എന്നാലും നീ അയാൾക്ക് പൈസ കൊടുത്തു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ അയാൾക്ക് പൈസ കൊടുക്കും. സംഭവിച്ചെന്താന്ന് വെച്ചാലുണ്ടല്ലോ, ആ 2 നില കെട്ടറല്ലേ, അവിടെ പണിക്ക് വന്ന ഭായിമാരാ. പണി കഴിഞ്ഞ് സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിന്നവനാ. വരും വഴി ഏതോ വണ്ടി തട്ടിയതാ. 8:30 നടന്നിരിക്കുന്ന സംഭവമാണ്. നമ്മൾ വരുമ്പം 12 മണി കഴിഞ്ഞില്ലേ. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാതെ അവിടെ കിടന്നു. എന്തായാലും നമ്മൾ കാരണം ഒരു ജീവൻ രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യം. ഈ സംഭവത്തിന് ശേഷം റിൻഷാൻ്റെ സ്വഭാവത്തിൽ മാറ്റം വന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. പക്ഷേ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവം ഉണ്ടോ എന്ന്. മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും കാണുമ്പോൾ നമ്മൾ മനുഷ്യർക്കുണ്ടാകുന്ന ദയ, സഹാനുഭൂതി, അതാണ് ദൈവം. എല്ലാവരിലും നന്മയുണ്ട്, ആ നന്മയാണ് ദൈവം.